ഹലോ ഫ്രണ്ട്സ്, GVP ഫാമിലിയിലേക്ക് സ്വാഗതം. മഴക്കാലമൊക്കെ എത്തിക്കഴിഞ്ഞു കേട്ടോ. പലതരം പനികളൊക്കെ സ്പ്രെഡാവാൻ തുടങ്ങി. അപ്പോൾ ഞാൻ എൻ്റെ മോൾക്ക് ഇപ്പോൾ ഇവിടെയൊക്കെ കാണിച്ചു കൊടുക്കുകയാണ്. മഴക്കാലത്ത് വെള്ളമൊന്നും തങ്ങി നിൽക്കാണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ വന്നപ്പോഴേക്കും വെള്ളമൊക്കെ കെട്ടി നിൽക്കുന്നതുകൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള സ്ഥലത്താണ് ഡെങ്കു പനിയൊക്കെ വരുന്നത് കണ്ടോ. അപ്പോൾ സ്ഥലങ്ങളൊക്കെ കണ്ടാൽ നിങ്ങൾ വെള്ളം തട്ടിക്കളയുക. മനസ്സിലായോ വിദിശ? ഇങ്ങനെയുള്ള വെള്ളത്തിലാണ് എന്തുണ്ടാവണേ? ഡെങ്കു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഞാൻ നേരത്തെ കാണിച്ചതുപോലെ ഒന്ന് കാണിച്ച ഈ വെള്ളം നമ്മൾ തട്ടിക്കളയണം. തട്ടിക്കളഞ്ഞേ വിദിശ. അതിങ്ങനെ തട്ടിക്കളയണം. മഴക്കാലത്ത് കെട്ടി നിൽക്കുന്ന വെള്ളങ്ങളൊക്കെ തട്ടിക്കളഞ്ഞിട്ട് അത് കമത്തി വെക്കണം. അത് കാണിച്ചു തരാം. ഇങ്ങനെ നമ്മൾ ചെടികളൊക്കെ നടാൻ വെക്കുന്നതായിരിക്കും, പക്ഷെ നമ്മളിങ്ങനെ കമത്തി ഇടണം കണ്ടോ. ഇതിനകത്ത് ഇപ്പോൾ ഒന്നും ഇല്ല, എന്നാലും ഇങ്ങനെ കമത്തി വെക്കണം കണ്ടോ. അപ്പോൾ അതിനകത്ത് മഴവെള്ളം കെട്ടി നിൽക്കില്ല. മനസ്സിലായോ? വീട്ടിൽ മണി പ്ലാന്റ് ഒക്കെ വെള്ളത്തിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളത് റിമൂവ് ചെയ്തിട്ട് മണ്ണിൽ വെക്കണം. മണി പ്ലാന്റ് എവിടെ വെക്കേണ്ടത്? മണ്ണിൽ. കുപ്പികളായാലും കുറച്ച് മണ്ണ് ഫില്ല് ചെയ്തിട്ട് വെക്കാൻ ശ്രമിക്കുക. കാരണം ഡെങ്കിപ്പനി വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, ചികിത്സയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആരോഗ്യത്തിന് ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യും. പിന്നെ കൊതുകുകളിൽ നിന്നാണ് ഈ അസുഖങ്ങളൊക്കെ വരുന്നത്. അതേപോലെ നിങ്ങളെല്ലാവരും ചൂടുവെള്ളമാണ് കുടിക്കാൻ എടുക്കുന്നത്. ചൂടുവെള്ളമല്ല കുടിക്കേണ്ടത്. ഐസ് വാട്ടർ ആയാലും ചൂടുവെള്ളം തണുപ്പിച്ചിട്ട് ഐസ് വാട്ടറിന് ഉപയോഗിക്കുക. അപ്പോൾ ഇനിയിപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് ഐസ് വാട്ടറിൻ്റെ ആവശ്യമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഡെങ്കു ഒക്കെ സ്പ്രെഡാവാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ മാക്സിമം വീടുകളിൽ വെള്ളം കെട്ടി നിൽക്കാനുള്ള ഒരു ചാൻസും ഉണ്ടാക്കരുത്. പിന്നെ ഒരു മുട്ടത്തൊണ്ടിൽ വെള്ളം കെട്ടി നിൽക്കുക, അല്ലെങ്കിൽ ചിരട്ടയിൽ വെള്ളം കെട്ടി നിൽക്കുക, ഇതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ച് അത് തട്ടിക്കളയാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ ആരോഗ്യമാണ് നമുക്ക് വലുത്. ഓക്കെ. ശനിയാഴ്ച ദിവസങ്ങളിൽ സ്കൂളുകളിലും ശനിയാഴ്ച ദിവസങ്ങളിലും ഓഫീസുകളിലും ഞായറാഴ്ചയാണ് നമ്മൾ വീടുകളിൽ സോഴ്സ് റിഡക്ഷൻ ചെയ്യുന്നത്. സോഴ്സ് റിഡക്ഷൻ ചെയ്യുമ്പോൾ ഞായറാഴ്ച നമ്മൾ മുറ്റത്തൊക്കെ ഇറങ്ങിയിട്ട് വെള്ളം കെട്ടി നിൽക്കുന്ന പാത്രങ്ങളോ പ്ലേറ്റുകളോ അല്ലെങ്കിൽ ചെറിയ ടിന്നുകളോ ഒക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഒന്ന് തട്ടിയിടണം. എന്താ ചെയ്യേണ്ടത്? തട്ടിയിടണം. കാല് വെച്ച് തട്ടിയിട്ടിട്ട് അത് കമത്തിയിടണം. വെറുതെ തട്ടിയിട്ടിട്ട് പിന്നെയും തുറന്നു വെച്ചാൽ എന്ത് പറ്റും? അതിനകത്ത് പിന്നെയും വെള്ളം വീഴും. അപ്പം നമ്മൾ ഇതിനെ കമത്തിയിടണം. മനസ്സിലായോ? പിന്നെ പനിയൊക്കെ വരികയാണെങ്കിൽ സ്വയം ചികിത്സയൊന്നും ചെയ്യരുത്. പനിയൊക്കെ വരികയാണെങ്കിൽ നമ്മൾ ഡോക്ടറെ കാണാൻ പോകണം. മനസ്സിലായോ? അതേപോലെ ഡെങ്കുപ്പനി എങ്ങനെ വന്നേന്ന് അറിയാമോ? ഏത് പ്രാണിയിൽ നിന്നാ വന്നേന്ന് അറിയാവോ? ഏതാണ് ഡെങ്കു വന്നത്? കൊതുക്. അപ്പൊ 6 മണിക്ക് ശേഷം പുറത്തൊന്നും കൊതുകടി കൊള്ളാണ്ടൊക്കെ ഇരിക്കുക. കൊതുക് വരാണ്ടിരിക്കാനുള്ള ഫെസിലിറ്റിയൊക്കെ ചെയ്യുക. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. മനസ്സിലായോ നിങ്ങൾക്ക്? അതേപോലെ ചെടിച്ചട്ടികൾ വെച്ച് താഴത്തെ ട്രേ, അതേപോലെ സൺഷെയ്ഡ്, അതുപോലെ ഫ്രിഡ്ജിൻ്റെ താഴെ പുറകുവശത്തുള്ള ട്രേ, ഇതിലൊക്കെ വെള്ളം കെട്ടി നിൽക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ ആരോഗ്യമാണ് നമ്മുടെ ഉത്തരവാദിത്തം. നമ്മുടെ വീടുകളിൽ ഇതൊക്കെ നമ്മൾ തന്നെ ചെയ്യേണ്ട ഒരു കാര്യമാണ്, പ്രവൃത്തിയാണ്. അപ്പോൾ നമ്മളത് പ്രത്യേകം ശ്രദ്ധിക്കുക. മഴക്കാലം, വെയിൽ, ചൂടൊക്കെ നമ്മൾ റിക്കവർ ചെയ്ത പോലെ ഇനി മഴക്കാലവും നമുക്ക് റിക്കവർ ചെയ്യേണ്ടതാണ്. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും ഇത് ചെയ്തിട്ട് ഞായറാഴ്ചകളിൽ 1 മണിക്കൂർ നിങ്ങൾ വീടുകളിൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആരോഗ്യവും നിങ്ങളുടെ കുട്ടികളുടെ ആരോഗ്യവും എല്ലായ്പ്പോഴും സേഫായിട്ടിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.